ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ്റെ 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരുവൻ അവൻ്റെ ജീവിതം ക്രമപ്പെടുത്തി നടന്നു തീർക്കേണ്ട വാതിൽ വഴികളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. പ്രിയ സഹോദരങ്ങളെ, വചനം പറയുന്നു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ക്രിസ്തുവിൻ്റെ വഴികളെ പ്രണയിക്കുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ക്ഷണമാണത്. സ്വർഗം സ്വപ്നം കാണുന്ന ഒരു മനുഷ്യൻ അത്തരമൊരു നിയോഗത്തിനു വേണ്ടി ത്യജിക്കുന്ന സന്തോഷങ്ങളെ, ചില നന്മകളുടെ പൂർത്തീകരണത്തിനു വേണ്ടി അവൻ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളെ, ഈ ഭൂമിയിലെ മനുഷ്യർക്കു നേരെ അവൻ വച്ചു പുലർത്തുന്ന കൃപയുടെ മനോഭാവങ്ങൾക്കുമൊക്കെ വേദപുസ്തകം നൽകുന്ന തലക്കെട്ടാണ് ഇടുങ്ങിയ വാതിൽ. സെമിനാരി പഠനകാലത്ത് അവധിക്കാല പരിപാടികളുടെ ഭാഗമായുള്ള ചില സഞ്ചാരങ്ങൾക്കിടയിൽ മലയിൽ പള്ളി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദേവാലയം സന്ദർശിക്കാൻ ഇടവന്നു. ഒരു മലയുടെ മുകളിലാണ് പള്ളി. അങ്ങനെയാണ് ആ പേര് ആ ദേവാലയത്തിന് കിട്ടിയതെന്ന് തോന്നുന്നു. അതിമനോഹരമായ ദേവാലയം, അറിയാതെ പോലും പ്രാർത്ഥനയോടെ കണ്ണടച്ചു പോകുന്ന ഒരിടം. വലിയ ഒരു ആനവാതിലുണ്ട്, പക്ഷേ അത് തുറക്കാറില്ല. അതിനോട് തന്നെ ചേർന്ന് നടുവിലായി ഒരു ചെറിയ വാതിലുണ്ട്. പള്ളിയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ ഈ ചെറുവാതിലിലൂടെയാണ്. ഇത്രയും വലിയ പള്ളിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ വാതിൽ എന്ന ചോദ്യത്തിന് മറുപടി ഇപ്രകാരമായിരുന്നു: എത്ര വലിയവനാണെങ്കിലും, സമ്പന്നനാണെങ്കിലും, ശ്രേഷ്ഠനാണെങ്കിലും, തമ്പുരാൻ്റെ മുന്നിലേക്ക് അവൻ കടന്നു നിൽക്കുമ്പോൾ തല കുനിച്ച് വിനയപ്പെട്ട് വേണം കയറി വരുവാൻ. പ്രിയ സഹോദരങ്ങളെ, ഇടുങ്ങിയ വാതിലിൻ്റെ ആത്മീയതയും അതുതന്നെയാണെന്ന് തോന്നുന്നു. എൻ്റെ എതിരെ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും എന്നേക്കാൾ കൃപയുള്ളവനാണെന്ന പ്രകാശത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഈ ഇടുങ്ങിയ വാതിലിലൂടെ വഴി നടക്കുന്നവർ തന്നെ. അവനവൻ്റെ അർഹതകളെപ്പറ്റി ഹുങ്കു പറയുന്നവർക്കൊക്കെ വന്നു ഭവിക്കാനിടയുള്ള വിപത്തിനെപ്പറ്റി വേദപുസ്തകം കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. 27-ാം വാക്യം: നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ദൈവം പോലും തള്ളിക്കളയുന്നവരായി അവർ അവശേഷിക്കുമെന്നർത്ഥം. ഇടുങ്ങിയ വാതിലിൻ്റെ കൃപകളിലേക്ക് നടന്നു കയറാൻ ദൈവം നിന്നെ തുണയ്ക്കട്ടെ. ആമേൻ.